ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ വിശേഷം ശനിയാഴ്ച പറയണം കേട്ടോ. ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞപ്പോൾ അതിലെന്തോ ഒരു പിഴവ് പറ്റിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ് ആൻറ്റി, ഇന്ന് വ്യാഴാഴ്ചയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ ഇന്നത്തെ ദിവസത്തെ വിശേഷം നാളെ പറയുകയാണ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ശനിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ചത്തെ വിശേഷമാണ് കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ ഞാൻ രാവിലെ ഇന്ന് ഇത്തിരി വൈകിട്ടാണ് എണീറ്റ് വന്ന് ഞാൻ നോക്കുമ്പോൾ പിള്ളേരൊക്കെ ഫുൾ എന്താ പറയുക വൈബിലാണ്. കാരണം പാച്ചു ഇപ്പോൾ മുൻപത്ത് പോയി വന്നേ പിന്നെ നല്ലോണം നേരത്തോടെ എണീക്കുക. കാരണം അവിടെ ആൻസൺ മറ്റേ ഇതിന് ഓൺലൈനിൽ ഇരിക്കാനായിട്ട് നേരത്തെ എണീക്കുമ്പോൾ ഇവനൊപ്പം എണീറ്റ് ശീലിച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം രാവിലെ അപ്പാപ്പൻ്റെ ഒപ്പം എണീക്കുക എന്നുള്ളത് അപ്പോൾ അവൻ്റെ പണി കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് ഇതേ ഡോണങ്കയുടെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഉള്ളിൽ പാട്ടൊക്കെ വെച്ച് ഇരിക്കണം കേട്ടോ മൂപ്പര്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. തോമുൻ്റെ അത്ര വണ്ടിയോട് പ്രാന്തൊന്നും ഇല്ലെങ്കിലും അവന് ഇഷ്ടമാണ് ഇങ്ങനെ തുറന്നിരിക്കുന്ന വണ്ടിയിൽ ഇരിക്കാനും പാട്ട് വയ്ക്കാനും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മൂപ്പരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ വർത്താനം പതുക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ച് തരല്, എന്നോട് ഓരോന്ന് പറയൽ, അതൊക്കെയാണ് കേട്ടോ. എനിക്ക് ശരിക്കും അങ്ങനെ അവരുടെ ഓൺ വോയിസിൽ ഇങ്ങനെ കാണിക്കാനായിട്ട് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തന്നെ നല്ല രസം അവരുടെ വർത്താനം കേൾക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ പതുക്കെ അകത്ത്, അപ്പോൾ ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ നടയിൽ മെഴുതിരി എത്തിച്ച് കുരിശ് വരച്ച് മുറ്റത്ത് ഇറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരാം. ഇവിടെ കിച്ചണിൽ വന്നപ്പോൾ ഫുൾ ഓൺ വൈബിലാണ് കേട്ടോ. എല്ലാവരും നല്ല ബഹളത്തിൻ്റെ നേരമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് ഇവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരെ പോയി ബിസിനസ്സിൻ്റെ സംഭവത്തിലിരിക്കും. കാരണം പിള്ളേർസിന് 2 പേർക്കും 2 ടേസ്റ്റിലാണ് ഫുഡ് ഉച്ചയിലത്തേക്ക് കൊടുത്തയക്കുക, സ്നാക്സ്. അപ്പോൾ കുഞ്ഞാൾക്ക് ഡോണാണ് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടുക്കള ഫുൾ ഇതിലാണ്. അപ്പോൾ ഇനി എനിക്കും കൂടി നിന്നിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ആ വഴിക്ക് നോക്കാറില്ല കേട്ടോ. എന്താണോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പണി. അങ്ങനെ ഞാൻ പരിയപ്പുറത്തേക്ക് വന്നപ്പോൾ ഫുള്ള് ഞാൻ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഇന്ന് നവധാന്യ ദോശ നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ ഞാൻ അടിച്ചു വെച്ചത്. അപ്പോൾ പാച്ചുവിന് കൊണ്ടുപോകാനായിട്ട് സൂത്രത്തിന് ടെഡി ബെയറിൻ്റെ തലയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ ഡിംപിൾ. അപ്പോൾ അങ്ങനെ അവരുടെ പണികൾ കഴിഞ്ഞോടുകൂടിയിട്ട് ഞാൻ വേഗം ഡോണിനും ഡാഡിക്കുള്ള ദോശ ഉണ്ടാക്കി. ഡോണിനുള്ളത് മുമ്പ് അവൻ ഇന്ന് കോൺഫ്ലേക്സാണ് കഴിച്ചത്. അവന് ഈ ദോശ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇന്ന് കോൺഫ്ലേക്സാണ് കഴിച്ചത്. അപ്പോൾ ഡാഡിയും മക്കളും കൂടി ഇറങ്ങായി. അപ്പോൾ ഡാഡിക്ക് വന്നിട്ട് മതി ദോശ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് അപ്പോൾ ചൂട്ടോടെ ചുട്ട് കഴിക്കേണ്ടതാണല്ലോ ദോശയ്ക്ക് ടേസ്റ്റ്, പ്രത്യേകിച്ച് ഈ പേപ്പർ റോസ്റ്റ് പോലെ കനം കുറഞ്ഞാക്കുമ്പോൾ. അപ്പോൾ ഒരു ഇത്തിരി കനത്തിലുണ്ടാക്കിയിട്ട് ഞാൻ ചാക്കോച്ചനും ഇത് തന്നെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പിള്ളേരുകൾ പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ 2 ആളും കൂടി കയറി. ഇന്ന് അപ്പാപ്പനല്ല, ഇന്ന് ഡോണങ്ങളാണ് കൊണ്ടുപോകണേന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇന്ന് ആ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് അപ്പാപ്പൻ്റെ വണ്ടിയിൽ കയറ്റിയിരുത്തിയിട്ട് അപ്പാപ്പൻ്റെ വണ്ടിയിലാണ് പോയത് കേട്ടോ, മറ്റേ വണ്ടിയിലല്ല. എനിക്കത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ എപ്പോഴും വണ്ടികൾ കിടക്കുമ്പോൾ അങ്ങോട്ട് തട്ടി നിൽക്കണ കാരണം എനിക്ക് എന്താണ് ഏതാണെന്നുള്ളതൊന്നും പെട്ടെന്ന് ഓർമ്മ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രിയല്ലേ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിച്ചണിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഡാഡി വന്നതിന് ശേഷം ദോശ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കിടന്നപ്പോൾ ഇവിടെ മൊത്തം പാത്രങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. എനിക്ക് പറ്റാവുന്ന സമയം കൊണ്ട് ഞാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു. അപ്പോൾ തുണികൾ എടുക്കാനായിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് പതിവും പടി കോളിംഗ് ബെല്ലും കാര്യങ്ങളും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യാൻ നോക്കുമ്പോഴും അപ്പം അതിൻ്റെ ഇടയിൽ കോളിംഗ് ബെല്ലടിച്ചാൽ നമ്മൾ മുറ്റത്തേക്ക് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ ഡോൺ ഇറങ്ങി. അപ്പോൾ ഡോണിനെ യാത്രയാക്കാനായിട്ട് നമ്മൾ നിൽക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ഇതിലേ പോകുമ്പോൾ അവിടെ നിന്ന് ടാറ്റ പറയും. കുട്ടികളായാലും വലിയവരായാലും അവിടെ എത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. മുമ്പ് പ്ലാവിൻ്റെ ഒരു തടസ്സം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ നോക്കി ടാറ്റ പറഞ്ഞിട്ടാണ് പോവുക കുട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ അത് ഞാനും പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി പോകുമ്പോൾ, പണ്ടെന്നല്ല ഇപ്പോഴും ഞാൻ ഗേറ്റ് കടന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അകത്ത് കയറുക. എന്തോ അങ്ങനെ അതൊരു ശീലമായി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവിടെ ചാക്കൊച്ചൻ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയം നിങ്ങൾ വിചാരിക്കും അയ്യോ പോകുമ്പോഴേക്കും തിരിച്ചു വന്നു. ഈ സമയം മുഴുവൻ ഞാൻ ഈ ബിസിനസ്സിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. എനിക്കതുകൊണ്ട് വേറെ ഒരു വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാലോ 2:30 വരെ എനിക്ക് പാക്കിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുന്നോടത്തുനിന്ന് എണീറ്റിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കുട്ടികൾ കിച്ചണിൽ ഡിവൈൻ മോർണിംഗ് കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡിംപിളായിരുന്നു ഇന്ന് കിച്ചണിൽ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല മണമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡിംപിളിൻ്റെ കയ്യിൽ അലർജി ഉള്ള കാരണം എന്നോട് മറ്റേ ഇത് ചോദിച്ചു, കൈമ ഇടാനുള്ള സംഭവം ചോദിച്ചു.
അത് കൊടുത്തു. പിന്നെയാണ് മണം വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താ സംഭവം ചോദിച്ചപ്പോൾ ഇന്നലെ നമ്മുടെ ചെമ്മീൻ കൊണ്ടത്. ഇന്ന് ശരിക്കും ഫ്രൈഡേ ആണ്, നമ്മൾ ഇറച്ചി മീനും കൂട്ടാറില്ല. പക്ഷേ ഇന്ന് വേറെ ഒന്നും അവിടെ കാണാത്ത നിലയ്ക്ക് പറഞ്ഞു ഇറച്ചിയല്ലല്ലോ മമ്മി മീനല്ലേ എന്നാൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെമ്മീനുകൊണ്ട് മറ്റേ ബിരിയാണി ഉണ്ടാക്കി, ചെമ്മീൻ്റെ ബിരിയാണി ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികൾ കിടന്നുറങ്ങി. ഞാൻ എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാലി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ നമ്മുടെ നെല്ലികുന്ന് പള്ളി നമ്മുടെ അമ്മ കിടക്കണ പള്ളിയാണ്. അപ്പോൾ ഡിംപിൾ സാലി ഡോക്ടറെ ഒന്ന് കാണാം. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ബർത്ത്ഡേക്ക്, എല്ലാ വർഷം എന്ന് പറഞ്ഞാൽ ഇത് 3 വയസ്സല്ലേ ആയുള്ളൂ പാച്ചുവിന്. ഫസ്റ്റ് ബർത്ത്ഡേക്കും സെക്കൻഡ് ബർത്ത്ഡേക്കും ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റലിൽ പോയി NICU സെക്ഷനിൽ പോയി എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തിട്ടൊക്കെയാണ് വരാറ്. ഈ 3ാമത്തെ ബർത്ത്ഡേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്നും പറ്റിയില്ല. കാരണം അന്ന് തലേ ദിവസമൊക്കെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പ്ലേ സ്കൂളിൽ ഫസ്റ്റ് സ്കൂളിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ പോവുക എങ്ങനെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സാലി ഡോക്ടറെ എടുത്തു. അപ്പോൾ സാലി ഡോക്ടർ എന്ന് വെച്ചാൽ നാട്ടിലുണ്ടായിരുന്നില്ല, അമേരിക്കയിലേക്ക് പോയേക്കായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാച്ചുവിനെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടർക്കും ഭയങ്കര സന്തോഷമായി. കാരണം അങ്ങനെ ആ സമയത്ത് കുറച്ച് 2-3 പേരാണ് നമ്മളുടെ ആ വിഷമഘട്ടത്തിൽ നമ്മളുടെ കൂടെ നിന്ന് നമ്മൾ ചേർത്ത് പിടിച്ചത്. അതിലൊരാളാണ് സാലി ഡോക്ടർ സാലി. മിഷൻ ഹോസ്പിറ്റലാണ് അവളുടെ വീട്. നമ്മുടെ ഇവിടെ മുണ്ടു പാലത്തിൻ്റെ അവിടെ സ്കൈ ലൈൻ ഇതിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോവാറ്. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ നമ്മളുടെ 3 വർഷം മുമ്പ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോണതും അവിടെ ഇരുന്ന് പോരുന്നതും അവിടെ തന്നെയാണ് സ്കാനിങ്. അപ്പോൾ അതുകൊണ്ട് വേറെ എവിടേക്കും നമ്മൾ നീങ്ങി പോകണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മടങ്ങി പോരാം. അപ്പോൾ അതാണ് അവിടെ പോകുന്നതിൻ്റെ സൗകര്യം കേട്ടോ. കണ്ടമാനം ആളുണ്ടാവും, കുറേ ലേറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ചായ കുടിക്കാനായിട്ട് പറ്റിയില്ല. കാരണം 4:30 തൊട്ടാണ് ഡോക്ടർ അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഇനി വൈകണ്ട മമ്മിയെന്ന് പറഞ്ഞിട്ട് വേഗം ചായ പോലും കുടിക്കാണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ സ്വതവേ കുട്ടികളോടായാലും നിങ്ങളോടൊക്കെ പറയണം, വീട്ടു ചോറുണ്ടെങ്കിലേ വിരുന്ന് ചോറുള്ളൂ എന്ന് പറയും. അത് ഭയങ്കര സത്യമാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കാണ്ട് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വെച്ചാൽ ഇവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല, അവിടെ ചെന്നിട്ടും കിട്ടില്ല. അത് കറക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ചായ കുടിച്ചിട്ട് വേണ്ട ലേറ്റാവും, നമുക്ക് വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ 4:30 തൊട്ട് 8 മണി വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാണ്ടാണ് ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നത് കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡോക്ടറെ വെറുതെ കാണാൻ വന്നാന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റില്ല, അത് മോശമല്ലേ. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് ബേബി സണ്ണിൽ കയറി ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഇവനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത്. പക്ഷേ സഖാവ് ഒന്നും കഴിച്ചില്ല. അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ വന്ന് ഞങ്ങളുടേതായ ബഹളമാണ്. അപ്പോൾ കുട്ടികൾ 2 ഓൾറെഡി ഉറങ്ങി, ഡോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ പറയാം, ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, എനിക്ക് പണിയില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തമാശ പറയുമ്പോൾ ഡോണിൻ്റെ മുഖം ഒരു സുഖമില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ അവന് ചെറുതായിട്ട് വേദനയുണ്ട്. ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് അവൻ്റെ മെഡിസിൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ചെറുതായിട്ട് വേദന, അവൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് വേദന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിംപിളും ഡിവൈനൊക്കെ പറയുന്നുണ്ടെങ്കിൽ പറയണമെന്ന്. അപ്പോൾ ഡിംപിൾ പറയുക, ഡോൺ ചേട്ടൻ വിഷമിക്കേണ്ട, ഞാൻ വണ്ടി എടുത്തിട്ട് ഡോൺ ചേട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പൊക്കോളാന്ന് പറയാം. അങ്ങനെ ഞങ്ങളുടേതായ കുറേ ചിരിയും കളിയുള്ള കുറേ സമയങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റോബോട്ടിനെ രാത്രിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. റോബോട്ട് അതിൻ്റെ സമയമായപ്പോൾ പതുക്കെ താഴെ ഇറങ്ങി അതിൻ്റെ പണി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല 8:15 കഴിഞ്ഞു ഞങ്ങൾ വരുമ്പോൾ. പിന്നെ ഇനി ആ നേരത്തിന് വേറെ വിഭവങ്ങളൊന്നും വെക്കേണ്ട. പിന്നെ ഉച്ചയ്ക്ക് ഹെവി ആയിരുന്നല്ലോ. പിന്നെ പുറത്തിരിക്കുന്നത് ഇറച്ചിയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ആയിട്ട് ഇറച്ചി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ കഞ്ഞി വെച്ചിട്ട് മിളക് മുരിയിച്ചു. അതായത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടിയിട്ട് നല്ലോണം ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് മൂക്കുമ്പോൾ കുറച്ച് കുത്തിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഇതാണ് നമ്മളുടെ മുളക് മുരിയിച്ചത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, അത് മാത്രം മതി. പിന്നെ ഇന്നലത്തെ കുറച്ച് മോരുകറിയുടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ മോരുകറി ഒഴിച്ച് ഈ മുളക് മുരിയിച്ചതും കൂടി കൂട്ടിയിട്ട് സുഖമായിട്ട് നല്ല ചൂട്ടോടെ കഞ്ഞി കുടിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. അത് കുട്ടികളുടെ വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് കുട്ടികളുടെ വീഡിയോസും കാണണം കേട്ടോ. ആദ്യം എൻ്റെ വീഡിയോ ആണ് വരിക. എൻ്റെ കണ്ടുല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ വീഡിയോസ് കാണാണ്ടിരിക്കരുത്. കാരണം എന്താ പറയുക, അവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ വ്യൂസ് ഇല്ല അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് ശരിക്കും പറഞ്ഞാൽ കിടക്കുമ്പോൾ 11:30ക്കാണ് എല്ലാവരും പിരിഞ്ഞത്. അതായത് ഡിംപിൾ മോർണിംഗ് കൊണ്ട് പോയത്, ഡിവൈനും ഡോണും മുകളിലേക്ക് കയറിയതൊക്കെ ഈ സമയത്താണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഡാഡിയും കൂടിയിട്ട് ഇരുന്നത്. കാരണം
ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഈ പരിസരത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഉച്ചവരെ എനിക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ തലേ ദിവസം വരെയുള്ള പാക്കിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ നമ്മൾ ഇല്ലാണ്ട് നിന്നാൽ എൻ്റെ എല്ലാ പ്ലാനും തെറ്റും കേട്ടോ. അപ്പോൾ എന്നാലും സാരമില്ല, എല്ലാം നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം നമ്മളുടെ ഡയമണ്ട് ഫിനിഷുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ, ലോക്കറ്റ്സ് ആണ് കേട്ടോ. അതായത് ഫുൾ ഡയമണ്ടിൻ്റെ ഇതാണ്. ഇനി ഇത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഗോൾഡ് കളറാവും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് മൊത്തം കറക്റ്റ് പെൻഡൻറ്റ്, ഡയമണ്ടിൻ്റെ പെൻഡൻറ്റ് ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. നൂല് പോലത്തെ ഒരു മാലയമേ ഈ ഒരൊറ്റ ലോക്കറ്റ് ഇട്ടാൽ ഭയങ്കര ഹെവി ഉണ്ട്, ലൈറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ നല്ലൊരു തരം മാല. ഇത് ഒരിക്കൽ വന്നിട്ട് ചൂടപ്പം പോലെ പോയ സംഭവം. അതായത് വെറുതെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ കൊളുത്ത് മുമ്പിലിട്ടിട്ട് ലോക്കറ്റായിട്ട് വേണമെങ്കിൽ ഇടാം. തിരിച്ചിടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം നിറച്ച് ബോളുകളുള്ള കാരണം ശരിക്കും സെൻറ്ററിലേക്ക് ആ ബോൾ വന്ന് കിടക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ശരിക്കും. മീരാ ജാസ്മിൻ്റെ പണിയും ഇടയ്ക്ക് ബോൾസുമായിട്ട് ഭയങ്കര ഡിമാൻഡുള്ളൊരു മാല കേട്ടോ അത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ മാല. ഇത് പാദസരം, ബ്രേസ്ലെറ്റ്, ഞാൻ പറയണ പോലെ തന്നെ 6 പിടി 8 പിടി 10 പിടി നെക്ലസിൻ്റെ പാറ്റേൺ ഒക്കെ ചെയ്യാവുന്ന ഇതാണ്. ഉണ്ണിയോൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് പാദസരത്തിന് കൊണ്ടുപോകുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗി, ഉണ്ണിയോൾ നല്ല ടീനേജ് കുട്ടികൾക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് സൈസാണ് കേട്ടോ, വലിയ സൈസാണ് അത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം ഗോൾഡ് കെട്ടിയിട്ടുള്ളതാണ്. ഇനി ഇല്ലാത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഗോൾഡ് കെട്ടാത്ത വെറും ക്രിസ്റ്റലിൻ്റെ മണികളുള്ള മാല എന്ന് പറയാം, പാദസരം എന്ന് വേണമെങ്കിൽ പറയാം, ബ്രേസ്ലെറ്റ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ ലേറ്റായപ്പോൾ ഡാഡിയോട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് കട്ടനാവാം എന്ന് പറഞ്ഞപ്പോൾ ഡാഡി എന്നെ കട്ടൻ ഉണ്ടാക്കി കൊണ്ടുവന്നു. സമയം നോക്കി 1:15. കാരണം എനിക്കിനി കട്ടന് ഒന്നും കുടിക്കാണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഡാഡി പോയി കിടന്നു. ഞാൻ പതുക്കെ ഇത് അവസാനിപ്പിച്ച് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇതാ വന്നു. അങ്ങനെ ഇതേ കുരിശ് വരച്ച് എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം കഴിഞ്ഞ് ഇതേ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ, എന്നാലും സാരമില്ല, ഞാൻ ഒന്നും ഇടാണ്ടിരിക്കണേക്കാളും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.